ഇന്നേ നല്ലൊരു സേമിയ പായസം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണേ. ഇന്ന് മക്കൾ രണ്ടാളും സ്കൂളിൽ പോയപ്പോൾ അവർക്ക് സേമിയ പായസം വരുമ്പോഴേക്കും ഉണ്ടാക്കി വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് നമുക്ക് നോക്കിയാലോ. ഞാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു സേമിയ പായസമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യമായ പാല്, പഞ്ചസാര ഒക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കാം. ഈ പായസം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതിങ്ങനെ നന്നായിട്ട് ആ തള വരുന്ന വരെ ഇളക്കി, ആ തള ഇങ്ങനെ വന്നു തുടങ്ങുമ്പോൾ നമ്മൾ സേമിയ ഇടാം. സേമിയ ഇപ്പോൾ ഞാനിവിടെ റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയാണ് ഞാൻ മേടിച്ചത്, അതാണ് ഇടുന്നത്. അല്ലാത്ത സേമിയ മേടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യിൽ സേമിയ ഇട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്ത് അതിടാം. അതിലേക്കൊരു നുള്ളുപ്പും കൂടി ഇടാം, കാരണം ആ ഒരു മധുരം ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് നിന്നോളും ഉപ്പിട്ട് കഴിഞ്ഞാൽ. ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയാണ്. പിന്നെ ഇതിലേക്ക് നമ്മുടെ സാബൂനരി ഇടുന്നവരുണ്ട്, പിന്നെന്താ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം. ഞാനൊരു ഇത്തിരി നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എനിക്ക് നെയ്യോടൊരു ആ ഒരു ഇതെനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടതാണ്. ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി. 2-3 ഏലക്കൊന്ന് ചതച്ചിട്ട് അതും ഇടാം. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. നന്നായി ഇങ്ങനെ ഇളക്കി പിന്നെ വേറൊരു ചീനച്ചട്ടിയിൽ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് ഇടാം, മുന്തിരി ഇടാം. എൻ്റെ കയ്യിൽ മുന്തിരി ഉണ്ടായിരുന്നില്ല, അണ്ടിപ്പരിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിട്ട് നന്നായി വറുത്ത് ആ പായസത്തിൻ്റെ മുകളിൽ പായസത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഒന്ന് ഇതാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം മൂടി വയ്ക്കുക. ഒരു 2 മിനിറ്റ് ആ മൂടി അടച്ച് വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊതി ഉറുന്ന സേമിയ പായസം റെഡി. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമാണ്. പിന്നെന്താ, പണ്ടൊക്കെ എന്തെങ്കിലും ഒരു ഫങ്ഷൻ വന്നാലായിരിക്കും വീടുകളിൽ പായസം ഉണ്ടാക്കുക. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് തോന്നില്ല, നമുക്ക് ആഗ്രഹം തോന്നിയാൽ നമ്മളപ്പോൾ ഉണ്ടാക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻ്റായിട്ട് അറിയിക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.